നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിലെ അനിശ്ചിതത്വവും പ്രശ്നങ്ങളുമൊക്കെ ടീമുകളെ ബാധിച്ചു തുടങ്ങി. താരങ്ങൾക്ക് അതിൻ്റെ തിക്തഫലം അനുഭവപ്പെടുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഒഡീഷ FC അവരുടെ താരങ്ങളുടെയും സ്റ്റാഫിൻ്റെയും ഒക്കെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ബംഗളൂരു FCയും അതേ പാത്തുപിടിച്ചു. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. പല ക്ലബ്ബുകളും ഇതേ വഴിയിലേക്ക് തന്നെ പോകും എന്ന കാര്യം ഉറപ്പാണ്. ഇത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ആ ഒരു MRA റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻറ്റ് 15 വർഷക്കാലത്തേക്ക് ഉണ്ടായിരുന്നത് ഡിസംബർ 8 കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ കരാറ് വേണം. പക്ഷേ AIFF പറയുന്നത് അവരുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഒരു ഓറൽ ഓർഡർ ഉണ്ട്. അപ്പോൾ ഫൈനൽ ഓർഡർ വരാതെ ഈ ഒരു റിന്യൂവലിലേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് AIFFൻ്റെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് ഈ ഒരു സീസൺ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അണ്ടിൽ ഫർദർ ക്ലാരിറ്റി എമർജസ് ഓൺ ദി കോൺട്രാക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്തവണ ISL നടന്നില്ലെങ്കിൽ ഏതാണ്ട് 400 ടോപ്പ് ടയർ ഫുട്ബോളേഴ്സിനെ ഡയറക്റ്റ്ലി അത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ളവർ ചില നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ടൈംസ് ഓഫ് ഇന്ത്യ. അവരുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മർക്കുലാവോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്: Kerala Blasters have already enforced salary cuts for staff and could soon start the awkward conversation surrounding player salaries. കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി സ്റ്റാഫിൻ്റെ സാലറി കട്ട് ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യം അവർ എൻഫോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അധികം വൈകാതെ ആ ഒരു ഔക്കോട്ട് കോൺവെർസേഷൻ പ്ലെയേഴ്സിൻ്റെ സാലറിയുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒഡീഷ FCയും ബംഗളൂരു FCയും കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും ഹൈദരാബാദ് FCയും മുംബൈ സിറ്റി FCയും ഒന്നും ഇതുവരെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. FC ഗോവ അവർക്ക് AFC ചാമ്പ്യൻസ് ലീഗ് 2ൻ്റെ പ്ലേ ഓഫ് അൽസിബുമായിട്ട് ഓഗസ്റ്റ് 13 ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ നടത്താൻ അവർ ഫോഴ്സ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ സ്റ്റാഫിൻ്റെയൊക്കെ സാലറി കട്ട് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇതോടുകൂടി പുറത്തേക്ക് വരികയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.